പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ്. AJ സ്റ്റൈൽസ് എന്ന സൂപ്പർ താരം അടുത്ത സ്മാക്ഡൗണിലേക്കും WWE തിരികെ വരുന്നു എന്നുള്ളത് ഇപ്പോൾ WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. സെഗ്മെൻ്റ് ആണോ മത്സരമാണോ AJ സ്റ്റൈൽസിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചൊരു കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. നിലവിലൊരു സെഗ്മെൻറ്റ് പോലെയാണ് AJ സ്റ്റൈൽസിൻ്റെ റിട്ടേൺ അനൗൺസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന ഒരു ഡെംസ്റ്റർ മാച്ചിനെ സംബന്ധിച്ചാണ്. ചെൽസി ഗ്രീൻ വേഴ്സസ് മിയായും തമ്മിലുള്ള ഒരു ഡെംസ്റ്റർ മാച്ചാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ചെൽസി ഗ്രീനും പൈപ്പർ നെവനും മീച്ചിൻ എന്ന് പറയുന്ന റെസ്ലറിനെതിരെ ചെയ്തു വരുന്ന സ്റ്റോറിയുടെ ഏറ്റവും അവസാനഘട്ട മത്സരം എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു ഡെംസ്റ്റർ മാച്ചിന് ഹൈപ്പ് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ മീച്ചിൻ പൈപ്പർ നെവനെ പരാജയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. വുമൻസ് ഡിവിഷൻ്റെ ആദ്യ ഡെംസ്റ്റർ മാച്ചാണ് അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക സ്റ്റിപ്പുലേഷനാണ്. ഒരു റിങ്ങിലല്ലാത്ത രീതിയിലുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇനി മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്നത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിൽ WWE ടാഗ് ടീം ചാമ്പ്യന്മാർ എന്ന് പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പാണ്. ടാമ ടോങ്കയും ടോങ്കലോവയും അവർ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് DIY സ്ട്രീറ്റ് പ്രോഫിറ്റ് തുടങ്ങിയ രണ്ട് ടീമിനെതിരെയാണ്. അപ്പോൾ ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം ഒരു ലാഡർ മാച്ച് ആയിട്ടാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. ഒരു പുതിയ ടാഗ് ടീം ചാമ്പ്യന്മാർ വരാനുള്ള സാധ്യത ഉണ്ട്. ഒരു 50-50 ആണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ. അതായത് ഈ ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപ് ബ്ലഡ് ലൈനിൻ്റെ ടീമിനെ തോൽപ്പിച്ചുകൊണ്ടൊരു മൊമെൻറ്റം നഷ്ടപ്പെടുത്തുമോ എന്ന് അറിയില്ല. അതായത് ഇവരുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഇവർ പരാജയപ്പെടുകയാണെങ്കിൽ ഇവരുടെ ഒരു മൊമെൻറ്റം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭാഗം കാണിക്കാൻ സാധ്യത ഉണ്ടോ എന്നറിയില്ല. എന്തായാലും അത്തരത്തിലുള്ള ഒരു മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ സ്മാക്ഡൗണിലൂടെ ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന പുതിയ മാച്ച് WWE വുമൻസ് ചാമ്പ്യനായ നയ ജാക്സ് ബെയ്ലി എന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന നമ്പർ 1 കണ്ടൻഡർ മത്സരത്തിൽ നയോമി എന്ന ബെസ്റ്റ് ഫ്രണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബെയ്ലി പുതിയ നമ്പർ 1 കണ്ടൻഡർ ആകുന്നത്. അപ്പോൾ ബെയ്ലിയുടെ ഈ ഒരു വിജയം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നേടിക്കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, അടുത്ത സ്മാക്ഡൗണിലേക്ക് നയോമി വേഴ്സസ് ടിഫനി സ്ട്രാറ്റൻ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് പരാജയപ്പെട്ട നയോമിയെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ കളിയാക്കിയ ടിഫനിക്കെതിരെ നയോമി ഒരു മാച്ചിനെ ചലഞ്ച് ചെയ്യുന്നതും മത്സരം ഒഫീഷ്യലായി അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലെ ഏറ്റവും വലിയൊരു സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചുള്ളതാണ്. സ്മാക്ഡൗൺ എപ്പിസോഡിൽ ആൻഡ്രാഡെ വേഴ്സസ് കാർമെലോ ഹെയ്സ് തമ്മിലുള്ള അവരുടെ സ്റ്റോറി അനുസരിച്ചുള്ള 6ാമത്തെ മത്സരം നടന്നിരുന്നു. മത്സരം അതിഗംഭീരമായിരുന്നു. മത്സരത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഒരു ഡിസ്ട്രാക്ഷൻ LA നൈറ്റ് എന്ന US ചാമ്പ്യൻ്റെ ഡിസ്ട്രാക്ഷൻ മുതലെടുത്തുകൊണ്ട് കാർമെലോ ഹെയ്സ് ആൻഡ്രാഡയെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം LA നൈറ്റ് താൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറഞ്ഞ് ആൻഡ്രാഡയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആൻഡ്രാഡെ അത് വകവയ്ക്കുന്നില്ല. പിന്നീട് ഇപ്പോൾ WWE പുറത്തേക്ക് വിട്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഡിജിറ്റൽ എക്സ്ക്ലൂസീവ് വീഡിയോയിൽ ആൻഡ്രാഡയും LA നൈറ്റും ഒരു ബാക്ക് സ്റ്റേജ് ഫൈറ്റിൽ ഏർപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇനി US ടൈറ്റിൽ സ്റ്റോറി ലൈനിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഇതിനു മുൻപ് LA നൈറ്റും ആൻഡ്രാഡയും തമ്മിലുള്ള മത്സരം കഴിഞ്ഞതിന് ശേഷം ഇരുവരും കൈ ഉയർത്തി നിന്ന് ഇവർക്കിടയിൽ വലിയ പ്രശ്നമില്ല എന്നുള്ളത് കാണിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഇന്നത്തെ സ്മാക്ഡൗൺ അവസാനിക്കുമ്പോൾ ഇപ്പോൾ വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. കാർമെലോ ഹെയ്സ് ടൈറ്റിലിന് ഒരു കണ്ടൻഡറായി വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ഡിജിറ്റൽ എക്സ്ക്ലൂസീവ് വീഡിയോയിൽ കാർമെലോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ LA നൈറ്റും ആൻഡ്രാഡയും തമ്മിലുള്ള ഒരു ബാക്ക് സ്റ്റേജ് ഫൈറ്റ് വരെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് സ്റ്റോറി വരാൻ പോകുന്നു, അല്ലെങ്കിൽ ട്രിപ്പിൾ ത്രെറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം വരാൻ പോകുന്നു എന്നുള്ളത് 101% ഉറപ്പായിരിക്കുന്നു. അവസാനമായി പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലെ മികച്ച സ്റ്റോറി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ തുടക്കത്തിലെയും മെയിൻ ഇവൻറ്റിലെയും ആ ബ്ലഡ് ലൈൻ സ്റ്റോറിയോട് അനുബന്ധിച്ചുള്ളതാണ്. നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് റോമൻ റീൻസിൻ്റെ കൂടെ ടാഗ് ടീം പാർട്ണറായി ബാഡ് ബ്ലഡിൽ മത്സരിക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയത് നമുക്ക് സംശയം ഉണ്ടാക്കിയ പോലെ കോഡി റോഡ്സിൻ്റെ ഉറ്റ സുഹൃത്തുക്കളായ റാൻഡി ഓർട്ടനെയും കെവിൻ ഓവൻസിൻ്റെ ഇടയിലും വലിയ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള ഒരു സ്റ്റോറി ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത്. അത് നമ്മൾ രാവിലത്തെ വീഡിയോയിൽ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു സ്റ്റോറി അപ്ഡേറ്റ് എന്ന് പറയുന്നത് സർവൈവർ സീരീസ് വാർ ഗെയിംസ് മത്സരത്തിൽ റോമൻ റീൻസിന് മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ റോമൻ റീൻസിൻ്റെ നേതൃത്വത്തിൽ ഒറിജിനൽ ബ്ലഡ് ലൈൻ റീയൂണിയൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ റോമൻ റീൻസിൻ്റെ കൂടെ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സും കെവിൻ ഓവൻസും റാൻഡി ഓർട്ടനും ടീമായിക്കൊണ്ട് നിലവിൽ ബ്ലഡ് ലൈനിലെ സോളോ സിക്കോവ, ജേക്കബ് ഫാറ്റു,
ടാമ ടോങ്ക ലോവ തുടങ്ങിയവർക്കെതിരെ ഒരു സർവൈവർ സീരീസ് വാർ ഗെയിംസ് മത്സരം കളിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വിദൂരമായിട്ടുള്ള ഒരു സാധ്യതയാണ്, പക്ഷേ നിലവിൽ WWE ട്രിപ്പിൾ എച്ച് എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. റോമൻ റീൻസിനെ ഒരു ഫേസ് ക്യാരക്ടറാക്കി അവർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോമൻ റീൻസ് കോഡിയുടെയും റാൻഡി ഓർട്ടൻ്റെയും കെവിൻ ഓവൻസിൻ്റെയും കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ട്രൈബൽ ചീഫ് ക്യാരക്ടറിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതാണ്. പക്ഷേ നടക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ WWE നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറിയുടെ ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. എന്തായാലും നിലവിൽ ഈ 4 പേരും ബ്ലഡ് ലൈൻ്റെ ശത്രുക്കളാണ്. അപ്പോൾ ഈ 4 പേര് ഒരുമിച്ചാൽ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു രീതിയിലുള്ള ഒരു പോയിന്റ് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.